എനിക്ക് പുല്ലേരിനെ മരുന്ന് വേണേ. കൊറേ വന്നിട്ട് മറ്റേ നമ്മള് ഈ സൈഡിൽ എവിടെയെങ്കിലും കാടുള്ളോർത്തേ അടിച്ചു കൊടുക്കാനേ. അതല്ലേ കോട്ടക്കൂടെ പത്രം. സിനിമ ഷൂട്ടിങ്ങിന് നിങ്ങള് 19ാം നൂറ്റാണ്ടില്ലേ? അതൊന്ന് പറയും. 19ാം നൂറ്റാണ്ടില്ലേ ചിരിക്കട ഷൂട്ടിംഗ് ഇല്ലേ? അവിടെ തന്നെ. അപ്പൊ അതില് ഈ കവുങ്ങ് കയറാൻ വന്നിട്ടുണ്ടായിരുന്നു. കവുങ്ങില് ഒരു കവുങ്ങ് കേറിയിട്ട് മറ്റേ കവുങ്ങിലേക്ക് മൊത്തം അന്ന് എത്രയാണ് 1 മണിക്കൂറിൽ 25 കവുങ്ങുകൾ മറിയാനുള്ള പകർന്നു പോവാന്ന് അതിന് പറയാല്ലേ. ഓക്കെ, അപ്പൊ അതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ അടക്ക വലിക്കാൻ ഓരോ മരത്തിലും കയറി പോണ്ട. പക്ഷെ പോടുള്ള കവുങ്ങ് നോക്കണം മാത്രം. എന്താ പോടുണ്ടാവും ചില കവുങ്ങ് മറിയുമ്പോഴേ. അപ്പൊ അത് നോക്കണം. അതിൽ കളിക്കറ പൊട്ടും. അയ്യോ, അപ്പൊ അങ്ങനെ വല്ലതും ജീവിതത്തിൽ ഇല്ല. അല്ല, നോക്കി പോകുമെന്ന് മാത്രം. അത് ആദ്യം തോട്ടത്തിൽ നോക്കുമല്ലോ നമ്മള് ഉണ്ടോന്ന്. എന്നിട്ടല്ലേ കേറിയിട്ട് ഇങ്ങനെ പോകുമ്പോ നോക്കുള്ളൂ. അതിന് 1-5 അടുത്തേക്ക് 5 വേഗം പിടിക്കും. നമ്മള് കേറ്റക്കാരത്തിന്റെ ഇതാണോ പറമ്പ്. അല്ലാണ്ട് സ്ഥിരം പരിപാടിയില്ലേ? അത് ടാപ്പിംഗ് പണി. റബ്ബർ ടാപ്പിംഗും ഉണ്ട്, ഇതും ഉണ്ട്. കിട്ടുന്ന ഇടവേളകളിലാണ് നമ്മളിപ്പോ വീട്ടിലത്തെ എന്തൊക്കെയൊക്കെ വല്ല ഉണ്ടാക്കിയാലേ. അല്ല ഇപ്പൊ മാങ്ങഞ്ചി വെക്കാണ്ട. അതപ്പോ കാര്യമുള്ളൂ. പാറ്റൊക്കെ പന്നിയൂത്തല്ലേ. ആണല്ലേ? ശരി എന്നാ. ഓക്കെ, അപ്പൊ ഞാനിത് പോയി കേട്ടോ. ഓക്കെ, ശരി. ഇതിനങ്ങനെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലല്ലേ കൈകാശം ചെയ്തത്? അല്ല ഒരു മറ്റേ എത്രപ്പോ നമ്മുടെ മരുന്ന് കുപ്പിയില്ലേ, കുട്ടികളുടെ മരുന്ന് കുപ്പി, അതിന്റെ സൈഡ് മുറിക്കും. കയ്യിൽ മാത്രം എടുത്തിട്ട് 8 ലിറ്റർ വെള്ളാക്കത്തില്. അങ്ങനെ ചെയ്യുന്നു ഞാൻ. ഇതിലത്തെ പാത്രത്തിലാക്കണില്ല, ഇതിലത്തെ മുടിയിലല്ല. ഞാൻ വേറെ അളവില് കേൾക്കോ. നാടൻ രീതിയിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് ലീഫ്ലെറ്റ് ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് വേണം ചെയ്യാട്ടോ. കാരണം അതിലേക്ക് നമ്മള് നല്ല മണ്ണിലേക്ക് ദോഷം ചെയ്യണ്ട. വായിച്ചിട്ട് ചെയ്യട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ, ആ രീതിയിൽ ചെയ്യാം. ബാക്കിയൊക്കെ ലീഫ്ലെറ്റിലെ റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചിട്ട് ചെയ്യട്ടോ. ഓക്കെ, ശരി എന്നാ. പിന്നെ വീണ്ടും കാണാട്ടോ.